പദത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും അഭിഷിക്തമാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന, ഈ സന്ദേശം ഷെയർ ചെയ്യുന്ന ബഹുമാന്യ അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അല്പനിമിഷം ചിന്തയ്ക്കായി സംഖ്യാപുസ്തകം 10 അധ്യായം 35 വാക്യം. പെട്ടകം പുറപ്പെടുമ്പോൾ മോശ യഹോവേ എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യട്ടെ എന്ന് പറയും. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ്. മോശ പെട്ടകം കൊണ്ടുപോകുമ്പോൾ ശത്രുക്കൾ വളയുകയാണ്. യഹോവയുടെ പെട്ടകമാണ്. സ്തോത്രം. വെള്ളി കൊണ്ടും 2 കാഹളവും. അപ്പോൾ കാഹളമെല്ലാം ഊതി പെട്ടകത്തിൻ്റെ മുമ്പിൽ അവർ ആർപ്പിടുമ്പോൾ പെട്ടകത്തെ ചുറ്റി നിൽക്കുന്ന ഒത്തിരി ശത്രുക്കളുണ്ട്. പാളയം പുറപ്പെടുമ്പോൾ യഹോവയുടെ മേഘം പകൽ സമയം അവർക്ക് മീതെ ഉണ്ടായിരുന്നു. സ്തോത്രം. തൻ്റെ ജനത്തെ നടത്തുന്ന സമാഗമന കൂടാരത്തിലേക്ക് തൻ്റെ ജനത്തെ കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. വെള്ളിക്കാഹളങ്ങൾ ഉപയോഗിക്കുവാനുള്ള ചട്ടവും ഇസ്രായേൽ സീനായിൽ നിന്ന് പുറപ്പെട്ടത് അവർ പുറപ്പെടും തൊട്ട് മുൻപുള്ള ദൈവവുമായിട്ടുള്ള സംഭാഷണം, ദൈവവും മോശയുമായിട്ടുള്ള ആ ഒരു അഭിമുഖം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം ചലിക്കുകയാണ്. പെട്ടകം എവിടെയാണോ കയറിയത് അവിടെ ശത്രുവുണ്ട്. യെസ്, ദൈവകുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ പെട്ടകമുണ്ടോ? അവിടെ ശത്രുക്കളുമുണ്ട്. സ്തോത്രം. ആമേൻ. ദൈവവൈതലേ, പെട്ടകം നിന്റെ ജീവിതത്തിലുണ്ടോ? ശത്രുക്കളും നിന്റെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 68 അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, അതിൻ്റെ 1ഉം 2ഉം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ ദാവീദ് വിളിച്ചവർ, ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്ത് ചെയ്യുന്നു? എഴുന്നേൽക്കുന്നു. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ദൈവം എഴുന്നേൽക്കണം. നിന്റെ വിഷയത്തിൽ ദൈവം ഇന്ന് പകൽ എഴുന്നേൽക്കണം. സ്തോത്രം. പറ, എൻ്റെ വിഷയത്തിൽ ദൈവം ഇന്ന് പകൽക്കാലം എണീക്കണം. യെസ്, ദൈവം എണീറ്റ് കഴിഞ്ഞാൽ ദൈവകുഞ്ഞെ ശത്രു ചിതറും. ആമേൻ. ഇത്തുപോലെ പറ്റിയിരിക്കുന്ന നീ സ്നേഹിതനെന്ന് വിചാരിക്കുന്ന ശത്രു നിന്റെ മുമ്പിൽ തോറ്റ് തുന്നം പാടുന്ന പകല. സ്തോത്രം. അപ്പോൾ എന്ത് ചെയ്യണം? ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ആരെ ശത്രുക്കൾ? ദൈവത്തിൻ്റെ ശത്രുക്കൾ. ഹല്ലേലൂയ. ദൈവത്തിനും ശത്രുക്കളോ? ദൈവവൈതലേ, വചനം എന്താ പറയുന്നത്? മോശെ, നിന്നെ തൊടുന്നവൻ നിന്നെ അല്ല, പിന്നെ ആരെയാ? ആമേൻ. ദൈവത്തിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു. അപ്പോൾ നമ്മൾ ആരെന്നറിയാമോ? ദൈവത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് നമ്മൾ. പറ, ഈ പ്രഭാതത്തിൽ 1000 പ്രാവശ്യം പറഞ്ഞോ, കർത്താവേ, ഞാൻ നിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്. സ്തോത്രം. ഞാൻ നിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്. ഓ, ഞാൻ നിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് കർത്താവേ എന്ന് പറയാൻ പറ്റുമോ? ഇന്ന് പ്രഭാതത്തിൽ
നിന്നെ വേദനിപ്പിക്കുന്നവർ, നിന്നെ തളർത്തിക്കളയുന്നവർ, നിന്നെ ഉന്മൂലനാശം ചെയ്യാൻ നോക്കുന്നവർ, നിന്നെ മാറ്റി നിർത്തി പരിഹസിക്കുന്നവർ, ഇവരെല്ലാം നോക്കി നിൽക്കുമ്പോൾ നീ പറന്നുയരുന്നൊരു സുദിനം വരാൻ പോകുകയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അഭിഷേകം എവിടെ ജ്വലിച്ചിട്ടുണ്ടോ ദൈവത്തിൻ്റെ ഫേവറിനകത്താ നീ. ദൈവത്തിൻ്റെ ഫേവറിനകത്ത് നീ ആയിരിക്കുമ്പോൾ നിന്നെ തകർക്കാൻ ഒരു കാലഘട്ടത്തിലും ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. കാരണം നീ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്താ. കണ്ടോ, ഇവിടെ കണ്ടോ? ആമേൻ. അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകുന്നു. നിന്നെ പകച്ചവർ, കഴിഞ്ഞ നാളുകളിൽ നിന്നെ പകച്ചവർ, നിന്റെ തലമുറയെ പകച്ചവർ, നിന്റെ കുടുംബത്തിനകത്ത് നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ, ആമേൻ, നിന്റെ കുടുംബത്തിൻ്റെ വിഷയത്തിൽ നിന്നെ പകച്ച് പുറത്തു ചാടിക്കാൻ നോക്കുന്നവർ, ഹല്ലേലൂയ, ആമേൻ, അവരെന്തെന്നറിയാമോ? പുക പതറുന്നത് പോലെ, പ്രൈസ് ദി ലോർഡ്, നീ അവരെ പതറിക്കുന്നു. ആമേൻ. തീങ്കൽ, ആമേൻ, മെഴുക് ഉരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു. ഹല്ലേലൂയ. കണ്ടോ? എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും. ആമേൻ. അതെ, അവർ സന്തോഷത്തോടെ ആനന്ദിക്കും. ഇന്ന് പകൽ നിന്റെ ദിവസമാണ്. അഭിഷേകയെ, ഇത് നിങ്ങളുടെ ദിവസമാണ്. നിങ്ങൾ കരഞ്ഞ് 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 നിങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്ന ആ വിഷയമുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ശത്രുക്കൾ ചിതറി മാറാൻ പോകുകയാണ് നിന്റെ വിഷയത്തിൽ. ആമേൻ. പെട്ടകം നിന്റെ കയ്യിലുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അവൻ യഹോവേ ഇസ്രായേലിന്റെ അടുക്കൽ മടങ്ങി വരണമേ എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. എവിടെ വരണം? ഇസ്രായേലിന്റെ അടുക്കൽ, നിന്റെ സ്വന്തം ജനത്തിൻ്റെ അടുക്കലേക്ക് നീ എന്ത് ചെയ്യണം? മടങ്ങി വരണം. അപ്പോൾ ദൈവം ഇസ്രായേൽ നടുവിൽ എന്ത് ചെയ്യുന്നു? മാറി നിൽക്കുക. കാരണം അവരുടെ വ്യവഹാരങ്ങൾ ശരിയല്ല. അവർ ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുന്ന നിമിഷങ്ങൾ ശരിയല്ല. അപ്പോൾ ദൈവത്തിൻ്റെ മുൻപാകെ അവർ പറയും, കർത്താവേ, നിന്റെ ഒരു വരവിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഇന്ന് പകൽ ആമേൻ പറയുന്നേ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുകയാ. സ്തോത്രം. ആമേൻ. നിങ്ങളെ ദൈവം ഇന്ന് പകൽക്കാലം മാനിക്കുന്ന പകൽക്കാലമാണ്. സ്തോത്രം. ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ പ്രഭാതമാണ്. സ്തോത്രം. അതാ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നത്. ശത്രുക്കൾ ചിതറിപ്പോകും ഉറപ്പായിട്ടും. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന വിഷയത്തിന് ഈ ബുധനാഴ്ച ദൈവം പറയുന്നു, നിന്റെ ശത്രുക്കൾ നിന്റെ കണ്ണിൻ്റെ മുൻപിൽ ചിതറിപ്പോകുകയാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. നിന്നെ തൊടുന്നവരോ നിന്നെയല്ല, ദൈവത്തിൻ കൺമണിയെ തന്നെ തൊടുന്നു. നിന്നെ തൊടുന്നവരോ നിന്നെയല്ല, ദൈവത്തിൻ കൺമണിയെ തന്നെ തൊടുന്നു. എഴുന്നേൽക്കുന്നു നിനക്കായി, പുക പോലെ പുതറുന്നു വൈരികളും. സർവശക്തൻ എഴുന്നേൽക്കുന്നു നിനക്കാൽ, പുക പോലെ ചിതറുന്നു വൈരികളും. ഇതു സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിൻ്റെ ആത്മാശക്തിയാലത്രേ. ഇതു സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിൻ്റെ ആത്മാശക്തിയാലത്രേ. യേശുവിൻ സേനകൾ നാം
ജയം നമുക്കുണ്ടല്ലോ. യേശുവിൻ സേനകൾ ജയം നമുക്കുണ്ടല്ലോ. ഹല്ലേലൂയ. എനിക്ക് ആ പാട്ടിൻ്റെ ആ വരിയുണ്ടല്ലോ, നിന്നെ തൊടുന്നവരോ നിന്നെയല്ല, ദൈവത്തിൻ കൺമണിയെ തന്നെ തൊടുന്നു. ഹല്ലേലൂയ. അങ്ങനെയല്ലേ? നിന്നെ തൊടുന്നവർ നിന്നെ അല്ല, പിന്നെ ആരെയാ? ദൈവത്തിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തന്നെ തൊടുന്നു. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്യും? സർവശക്തൻ നിനക്കായി എഴുന്നേൽക്കാൻ പോകുക. ഇന്ന് ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുക. ദൈവവൈതലേ, വിശ്വസിക്കുക. ഏതൊക്കെയോ അഭിഷക്തന്മാരോട് പറയാം, അഭിഷക്തനെ, സങ്കടപ്പെടുന്ന വിഷയത്തിൽ, നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ ദൈവം നിനക്കായി എഴുന്നേൽക്കും. ഉറപ്പായിട്ടും കർത്താവ് നിനക്കായി ഇന്ന് പകൽ എണീക്കാൻ പോകുകയാ. യെസ്, സർവശക്തൻ നിനക്കായി ഈ പ്രഭാതത്തിൽ എണീക്കാൻ പോകുകയാ. ഉടബൽക്കമന ജുഡബന രാജകൽക്കനാദി. ഹല്ലേലൂയ. സ്തോത്രം. സിംഹത്തിൻ്റെ മേലും അണലിമേലും നീ എന്ത് ചെയ്യും? ചവിട്ടും. പറ. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ എന്ത് ചെയ്യും? മെതിച്ചു കളയും. ആമേൻ. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുക്കുകയില്ല. പറവാ തുറന്ന്. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വായി തുറന്നൊന്ന് പറയുന്നേ, ചുമ്മാതെ അങ്ങ് പറ. പ്രൈസ് ദി ലോർഡ്. ബാലസിംഹങ്ങളും പെരുമ്പാമ്പും നിന്റെ മുമ്പിൽ താളടിയാകാൻ പോകുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നീ യാത്ര ചെയ്യുമ്പോൾ, നീ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറ, കർത്താവേ സ്തോത്രം, എന്നെ തൊടുന്ന വ്യക്തി നിന്റെ കണ്ട കൃഷ്ണമണിയെ തൊടുന്നു എന്ന് പറഞ്ഞു 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 ജോലികൾ ചെയ്തോ. ഈ പ്രഭാതം ദൈവം നിനക്കായി എഴുന്നേൽക്കുന്ന പ്രഭാതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽ കുടുംബമായി വേർതിരിക്കുന്ന ഒരു പകല. ദൈവം കുടുംബമായി വേർതിരിക്കുന്ന ഒരു പകല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചില കൂട്ടുകുടുംബങ്ങളെ കുടുംബമായി വേർതിരിക്കുന്ന ഒരു പകല. സ്തോത്രം. ജനം കുടുംബമായി ഓരോരുത്തൻ തന്താൻ്റെ കൂടാരവാതിക്കൽ വച്ച് ആമേൻ പ്രൈസ് കരയുന്നത് മോശ കേട്ടു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ കോപം ഏറ്റവും ജ്വലിച്ചു. മോശയ്ക്കും ആമേൻ അനിഷ്ടമായി. കണ്ടോ, നിന്റെ കണ്ണീര് കാണുന്ന ഒരു ദൈവമുണ്ട്. കുടുംബമായി നീ കരയുന്ന, പ്രാർത്ഥിക്കുന്ന, വിഷയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് വരാം. പെട്ടകം പുറപ്പെടുമ്പോൾ മോശ, യഹോവേ എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യട്ടെ എന്ന് പറയും. കർത്താവ് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽ വലിയ അത്ഭുതങ്ങളെ ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിൽ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഈ ബുധനാഴ്ച കർത്താവ് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന കൃപകൾക്കായി നന്ദി. കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തും, ശക്തിപ്പെടുത്തും. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കൂടെ കർത്താവ് നിൽക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.